ഈ ചൂട് സമയത്ത് ഇതുപോലൊരു ഡ്രിങ്ക് കണ്ടാൽ ആർക്കും ഒരു ഗ്ലാസ് കുടിക്കാൻ തോന്നും. ഇതിങ്ങനെ മിക്സ് ആയിട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും നമുക്കിതിലേക്ക് വേണ്ട. നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വൈറലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ചാമ്പക്കയാണ്. ഇപ്പോൾ ചാമ്പക്കയുടെ സീസൺ ആയതുകൊണ്ട് അധിക സ്ഥലത്തും ചാമ്പക്ക ഉണ്ടാവും. അപ്പോൾ അത് ചാമ്പക്ക എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളക് ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവുണ്ടായതുകൊണ്ട് എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം, എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് മാത്രം എടുത്താൽ മതി. പിന്നെ കുറച്ച് പുതിനയിലയും ഒരല്പം നാരങ്ങനീരും, 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ജാറിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ ജാറിലേക്ക് തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതൊന്നും ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുള്ള ഒരു ചാമ്പക്ക മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു അരച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് നടുഭാഗത്തായിട്ട് വെച്ചിട്ട് ഒന്ന് ഉരുളയാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഇത് ഉള്ളിൽ വരണം. ആ ഒരു രീതിക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ബോളാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് പൊടി. അതിൽ ഇത് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു എല്ലാ ഭാഗത്തും ഈ ഒരു ബോളിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ഉപ്പൊന്ന് ഇതുപോലെ സ്പ്രെഡ് ആകുന്ന രീതിയിലൊന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 7up ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സോഡയോ സ്പ്രൈറ്റോ 7up അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാസ് ഉള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 7up ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബോൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മിക്സ് ആയിട്ട് വരുന്നത് കാണാനാണ് കേട്ടോ ഭംഗി. നല്ലൊരു ഭംഗിയുള്ള കളറിലോട്ട് വരും. ആ ഒരു ഉള്ളിലുള്ള ബീട്രൂട്ടൊക്കെ ഇതിലങ്ങ് മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോകും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബോംബ് സോഡ. കുറച്ച് മുന്നേ നല്ല വൈറലായിരുന്നു ഇൻസ്റ്റയിലൊക്കെ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സംഭവം കുടിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.